വിലക്കപ്പെട്ട പ്രണയം ഭാഗം 29. അമ്മ ഓരോന്നോർത്തെടുത്ത് പറഞ്ഞു വിഷമിക്കുന്നത് ആമിക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ഹരിയെ വെച്ച് നോക്കുമ്പോൾ താനെന്ന മകൾ ശരിക്കു പറഞ്ഞാൽ ഒരു വിജയം തന്നെയാണെന്ന് തോന്നിപ്പോയി ആമിക്ക്. ഹരി ശരിക്കൊരു പരാജയമാണെന്നും. ഹരിസാറും ആ ബാമ എന്ന് പറയുന്ന ചേച്ചിയായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുവാണോ? പെട്ടെന്ന് ഒരു നിമിഷം ചിന്തിച്ചുകൊണ്ട് ആമി അമ്മയോട് ചോദിച്ചു പോയി. ഒരുപാട് നാളുകളായി ഇങ്ങനെ കാണുന്നുണ്ട്. അത് അമ്മയോട് ചോദിക്കണമെന്ന് കരുതുകയും ചെയ്യും. പക്ഷേ അതിനിയൊരു പ്രശ്നമായി തീരണ്ടല്ലോ എന്ന് കരുതിയാണ് പലപ്പോഴും ചോദിക്കാതെ വിട്ടുകളഞ്ഞത്. പക്ഷേ ഇപ്പോൾ എന്തോ അങ്ങനെ ചിന്തിച്ചപ്പോൾ അമ്മയോട് ഈ കാര്യം ചോദിക്കാമെന്ന് കരുതി അവൾ അമ്മയോട് തുറന്നു ചോദിച്ചു. ഹരിയും ബാമയും തമ്മിലുള്ള വിവാഹമോ? അതിന് ബാമയുടെ വിവാഹം മറ്റൊരു പയ്യനുമായി ഉറപ്പിച്ചു വെച്ചിരിക്കുവാണല്ലോ. ആമി അങ്ങനെ ചോദിച്ചതും അമ്മ സംശയത്തോടെ പറഞ്ഞു. അത് കേട്ടതും ആമി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. അല്ല, നീ എന്താ ഇപ്പോൾ അങ്ങനെ ചോദിച്ചത്? അല്ലമ്മ, ഹരിസാറും ബാമ ചേച്ചിയും തമ്മിലുള്ള സംസാരവും ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ കരുതിയത് ഇനി ഇവർ രണ്ടുപേരും തമ്മിലുള്ള വിവാഹം എങ്ങാനും ഉറപ്പിച്ചു വെച്ചിരിക്കുമായിരുന്നു എന്നാണ്. ആമി സംശയത്തോടെ അങ്ങനെ ചോദിച്ചതും ഒരു നിമിഷം അമ്മയുടെ മുഖം ഒന്ന് വിളറിപ്പോയിരുന്നു. എന്തു പറയണമെന്നറിയാതെ അവർ അവളുടെ മുന്നിൽ ഒന്നുഴറി. എന്തു പറ്റിയമ്മേ? ഭാമ ഇവിടെ വരാറുണ്ടോ? ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം അമ്മ സംശയത്തോടെ ആമിയോട് ചോദിച്ചു. ആ ചോദ്യം കേട്ടതും ഒരു നിമിഷം അമ്മയോടെല്ലാം പറയണോ വേണ്ടയോ എന്ന് ആമി ഒന്ന് ചിന്തിച്ചു. പക്ഷേ ഇത് പറയേണ്ട സമയം അധികരിച്ചിരിക്കുന്നു എന്ന് അവൾക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് തന്നെ അമ്മയോട് അതെല്ലാം പറയണം എന്നും അവൾ തീരുമാനിച്ചു. എത്ര നാളെന്ന് വെച്ചാലാണ് ഹരിയെ പേടിച്ചു കഴിയുന്നത്? അത് പിന്നെ അമ്മ എങ്ങോട്ടെങ്കിലും പോകുന്ന ദിവസങ്ങളിലെല്ലാം രണ്ടുപേരും ഇവിടെ വരാറുണ്ട്. എന്നിട്ട് നീ എന്താ ഇത്രയും ദിവസമായിട്ട് എന്നോട് ഈ കാര്യം പറയാതിരുന്നത്? അത് പിന്നെ അന്ന് ഞാനിങ്ങനെ ഇവർ വന്നപ്പോൾ അമ്മയോട് അങ്ങനെ പറഞ്ഞല്ലോ. അതിന് ഹരിസാർ എൻ്റെ കൈ പിടിച്ച് നല്ല രീതിയിൽ എന്നെ വേദനിപ്പിച്ചിരുന്നു. അതോർത്തിട്ടാണ് ഞാനിതൊന്നും അമ്മയോട് പറയാതിരുന്നത്. മനഃപൂർവ്വമല്ല, ഹരിസാറിനെ പേടിച്ചിട്ടാണ്. അതവർക്കൊരു പുതിയ അറിവായതുകൊണ്ട് തന്നെ അവരവളെ സംശയത്തോടെ നോക്കി. അത് അന്ന് ആദ്യമായിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇവിടെ വന്ന കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞത് അമ്മ ഹരിസാറിനോട് പറഞ്ഞിരുന്നല്ലോ. അത് പറഞ്ഞു എന്ന് പറഞ്ഞ് ഹരിസാർ എൻ്റെ കയ്യിൽ പിടിച്ച് തിരിച്ചു. 2 ദിവസത്തേക്ക് എൻ്റെ കൈ കരിനീലച്ച് കിടക്കുമായിരുന്നു. ആ ഓർമ്മയിലാണ് ഞാൻ അമ്മയോട് ഇതുവരെ ഒന്നും പറയാതിരുന്നത്. പക്ഷേ കുറച്ച് ദിവസമായിട്ട് ഇത് കുറച്ച് കൂടുതലാകുന്നുണ്ടോ എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അമ്മയൊന്ന് അപ്പുറത്തെ വീട്ടിലേക്കോ ഇപ്പുറത്തെ വീട്ടിലേക്കോ പോയാൽ പോലും ഉടനെ തന്നെ ആ ചേച്ചിയെ വിളിക്കും. പിന്നീട് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. ആ ചേച്ചി മാത്രമല്ല, അവരുടെ അമ്മയും കൂടെ ഉണ്ടാകും. ഉള്ള ധൈര്യം സംഭരിച്ച് ആമി ഉള്ള കാര്യങ്ങളെല്ലാം അമ്മയോട് തുറന്നു പറയുക തന്നെ ചെയ്തു. നീ എന്നിട്ട് ഇതൊക്കെ ഇത്രയും താമസിച്ചാണോ എന്നോട് പറയുന്നത്? അവൻ എന്തെങ്കിലും ചെയ്തു എന്ന് കരുതി അപ്പം തന്നെ ഇതെല്ലാം മറച്ചു വെക്കുകയാണോ വേണ്ടത്? അമ്മ അവളോട് അല്പം ചൂടായി തന്നെ സംസാരിച്ചു. അത് പിന്നെ ഞാൻ പേടിച്ചിട്ട്. ആമി നഖം കടിച്ചു. ഈ നശൂലങ്ങളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്നല്ലോ ഭഗവാനെ. അമ്മ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ആമിയാണെങ്കിൽ അമ്മ പറയുന്നതൊന്നും മനസ്സിലാകാതെ അമ്മയെ തന്നെ സംശയത്തോടെ നോക്കിയിരിക്കുകയാണ്. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവരെക്കുറിച്ചൊന്നും നിനക്ക് അറിയാഞ്ഞിട്ടാണ് മോളെ. നാശം പിടിച്ച സാധനങ്ങളാണ്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നാവിൽ നിന്ന് വന്നു പോകുന്നതാണ്. അവരെന്നൊക്കെ ഈ വീട്ടിൽ വന്നു പോയിട്ടുണ്ട്, അന്നൊക്കെ ഈ വീട്ടിൽ പ്രശ്നങ്ങളായിരിക്കും. എന്താണെന്നറിയില്ല, ഹരിക്ക് അവരെന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. ഇടയ്ക്കുള്ളവൻ്റെ പെരുമാറ്റം കാണുമ്പോൾ അവൻ എന്നേക്കാൾ വലുത് അവരാണെന്ന് തോന്നിപ്പോകും. അമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം ആമി കേട്ടിരുന്നു. അമ്മ പറയുന്നതെല്ലാം ശരിയാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. കാരണം ഇളയമ്മയും ഭാമയും ഒക്കെ വരുമ്പോൾ ഹരിയുടെ പെരുമാറ്റം കണ്ടാൽ ശരിക്കും ഒരു നല്ല വ്യക്തിയുടേതുപോലെ എന്നതുപോലെ ആയിരിക്കും. പക്ഷേ സ്വന്തം അമ്മയോട് പെരുമാറുന്നത് കണ്ടാൽ ആർക്കായാലും കരണം നോക്കിയൊന്ന് കൊടുക്കാനാണ് തോന്നുക. ഒരു നിമിഷം അമ്മ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആമി സ്വയം ഒന്ന് ചിന്തിച്ചു പോയി. ഒന്നും വിചാരിക്കില്ലെങ്കിൽ ഞാൻ അമ്മയോടൊരു കാര്യം ചോദിക്കട്ടെ? നീ ചോദിക്ക്. ഇതിൽ കൂടുതൽ ഇനി നീയായിട്ട് എന്ത് വിചാരിക്കാനാണ്? ശരിക്കും ഈ ഹരിസാറിന് എന്തായിരുന്നു ജോലി? ഇതെങ്ങനെയാണ് ഇങ്ങനെ ആക്സിഡൻ്റ് ആയിട്ട് ഇങ്ങനെ ആയത്? പക്ഷേ ആമി അങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ ആ അമ്മയുടെ മുഖത്ത് തെളിഞ്ഞു വന്നത് നിസ്സഹായതയും സങ്കടവും മാത്രമായിരുന്നു. അവരുടെ മുഖം കണ്ടപ്പോൾ ആമിക്ക് പോലും പാവം തോന്നിപ്പോയി. അത്രയും നിഷ്കളങ്കവും ദയനീയവുമായിരുന്നു. ഞങ്ങളുടെ ആകെയുള്ളൊരു മകനായതുകൊണ്ട് തന്നെ എല്ലാ സ്വാതന്ത്ര്യവും നൽകിയായിരുന്നു ഞങ്ങൾ അവനെ നോക്കിയതും വളർത്തിയതും ഒക്കെ. പക്ഷേ പോകെ പോകെ ഞങ്ങൾ അവന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അമിത സ്വാതന്ത്ര്യമാണെന്ന് തിരിച്ചറിയിക്കുന്ന വിധത്തിലായിരുന്നു അവൻ്റെ പെരുമാറ്റമല്ല. ഹരിയുടെ അച്ഛന് സ്വന്തമായിട്ടൊരു ചെറിയ ബിസിനസ് ഉണ്ടായിരുന്നു. അതിൽ നിന്നുള്ള ലാഭം കൊണ്ടാണ് ഈ കാണുന്ന സ്വത്തും എല്ലാം ഉണ്ടാക്കിയത്. ഉള്ളതെല്ലാം ഏക മകന് വേണ്ടി എന്ന രീതിയിലായിരുന്നു ഞങ്ങൾ ജീവിച്ചത്. അവൻ ചോദിക്കുന്നത് എന്തായാലും അത് അടുത്ത നിമിഷത്തിൽ തന്നെ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുവാനും അവൻ്റെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കാനും അതിനൊപ്പം നിൽക്കാനും ഞങ്ങൾക്കൊരു പ്രത്യേക ഉത്സാഹം തന്നെയായിരുന്നു. ശരിക്കു പറഞ്ഞാൽ അവനെന്ന് വെച്ചാലായിരുന്നു ഞങ്ങളുടെ ലോകം തന്നെ. പക്ഷേ ചെറിയ പ്രായത്തിൽ മുതൽ തന്നെ ഹരിക്കൊരു പ്രത്യേക സ്വഭാവമായിരുന്നു. ആരോടും കൂട്ടുകൂടില്ല. എല്ലാവരോടും ദേഷ്യവും വാശിയും വെറുപ്പും കാണിക്കും.
കൂട്ടം കൂടി നിന്ന് പലരെയും ദ്രോഹിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചേഴ്സിനും കുട്ടികളുടെ മാതാപിതാക്കൾക്കുമൊക്കെ ഇവനെക്കുറിച്ചുള്ള പരാതികൾ പറയാനായിരുന്നു നേരം. ആ സമയത്തൊക്കെ ചെറിയ കുട്ടിയുടെ ഒരു തമാശ അല്ലെങ്കിൽ അവരുടെ വികൃതി എന്ന രീതിയിൽ അതെല്ലാം വിട്ടുകളഞ്ഞു. പക്ഷേ അവിടെ മുതലായിരുന്നു തെറ്റുകളുടെ ആരംഭം. അവൻ്റെ ആ സ്വഭാവം ചെറുപ്പത്തിൽ തന്നെ ഇല്ലാതാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെയൊരവസ്ഥയിലേക്ക് അവൻ്റെ ജീവിതം എത്തില്ലായിരുന്നു. ഇപ്പോൾ ഒക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഹരി ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അവൻ്റെ അച്ഛൻ മരിച്ചു പോകുന്നത്. ആ സമയത്തും അവൻ്റെ സ്വഭാവമല്ല ഈ കണക്ക് തന്നെയായിരുന്നു. അവൻ്റെ അച്ഛൻ മരിച്ച സമയത്താണ് അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ശരിക്കൊരു ധാരണ എനിക്ക് ലഭിക്കുന്നത്. അവൻ്റെ ആ സമയങ്ങളിലെ പെരുമാറ്റ രീതികൾ കണ്ടു കഴിഞ്ഞാൽ അവൻ നമ്മളെ വെറും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഉപയോഗിച്ചിരുന്നത് എന്ന് പോലും എനിക്ക് തോന്നിപ്പോയിരുന്നു. അച്ഛൻ മരിച്ചതിൻ്റേതായിട്ടുള്ള യാതൊരു ദുഃഖമോ വിഷമമോ അവനിലുണ്ടായിരുന്നില്ല. ഒരു തുള്ളി കണ്ണുനീര് പോലും ആ മനുഷ്യന് വേണ്ടി അവൻ പൊഴിച്ചിട്ടില്ല. ഇത്രയും നേരം വളരെ ധൈര്യത്തോടെ ഇരുന്ന് സംസാരിച്ചിരുന്ന അമ്മ ആ സന്ദർഭം പറഞ്ഞപ്പോഴേക്കും കരഞ്ഞു പോയിരുന്നു. അവരുടെ കണ്ണിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീർ കണ്ടതും ആമിക്ക് പോലും ഒരു വല്ലാത്ത വേദന തോന്നി. അവൾ പോലും അറിയാതെ കൈകൾ ഉയർത്തി ആ അമ്മയുടെ മിഴികൾ അവൾ തുടച്ചു കൊടുത്തു. അവരെ ആശ്വസിപ്പിച്ചു, സാന്ത്വനിപ്പിച്ചു. സാരമില്ലമ്മ, ഇനി അതൊന്നും ഓർക്കണ്ട. വാക്കുകൾ കൊണ്ട് അവർക്ക് ഒരൽപ്പം ആശ്വാസമാകാൻ കഴിഞ്ഞിരുന്നു. ഇല്ല, ഇതെല്ലാം എൻ്റെ മനസ്സിലിങ്ങനെ തിങ്ങി നിൽക്കുവാണ്. ആരോടെങ്കിലും ഒരാളോടെങ്കിലും മനസ്സ് തുറന്നൊന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ ഈ വേദനയ്ക്കും വിഷമങ്ങൾക്കും എല്ലാം ഒരാശ്വാസം കിട്ടുമെന്ന് തോന്നുന്നു ഇപ്പോൾ. അമ്മ അങ്ങനെ പറഞ്ഞതും ആമി പിന്നെ അതിന് എതിർപ്പ് പറയാൻ നിന്നില്ല. അങ്ങേർക്ക് മകനെന്ന് വെച്ചാൽ ജീവനായിരുന്നു. പലപ്പോഴും ഹരി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ തിരുത്താൻ ചെന്നാലും അദ്ദേഹം വേണ്ട, ചെറുപ്പത്തിലേ കാണിക്കുന്ന കുസൃതിയാണ്, ഇതൊക്കെ വലുതാകുമ്പോൾ മാറും എന്നൊക്കെ പറഞ്ഞ് എന്നെ വിലക്കുമായിരുന്നു. അവൻ എന്ത് ചോദിച്ചാലും അതാദ്യം തന്നെ എത്തിച്ചു കൊടുക്കുക, അവൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും കൂട്ടുനിൽക്കുക, ഇതൊക്കെ ചെയ്ത് അവനെ ജീവന് തുല്യം സ്നേഹിച്ച മനുഷ്യനാണ്. പക്ഷേ അങ്ങനെയൊരു സ്നേഹം അവന് തിരിച്ച് അദ്ദേഹത്തോടുണ്ടായിരുന്നു എന്നത് എനിക്കിപ്പോൾ സംശയമാണ്. അമ്മ ഹരിയുടെ അച്ഛനെക്കുറിച്ച് വാതോരാതെ പറയുന്നത് കേട്ടപ്പോൾ ആമയ്ക്ക് സ്വന്തം അച്ഛനെയാണ് ഓർമ്മ വന്നത്. തൻ്റെ അച്ഛനും ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ? താൻ മാത്രമായിരുന്നില്ലേ അദ്ദേഹത്തിൻ്റെ ലോകം? താനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവനും ജീവിതവും എല്ലാം. അമ്മ പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ വേണ്ടി അച്ഛനെ ഒരുപാട് നിർബന്ധിച്ചതാണ്. അത് ചെയ്യാവുന്നതുമായിരുന്നു. പക്ഷേ തനിക്ക് വേണ്ടിയാണ് അച്ഛൻ അങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞത്. പിന്നീട് ഇങ്ങോട്ടുള്ള ജീവിതം മുഴുവൻ തനിക്ക് വേണ്ടി മാത്രമായിരുന്നു. തൻ്റെ ജീവിതം ഒരു കരക്കടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാട് മാത്രമായിരുന്നു. പക്ഷേ എന്നിട്ടോ? ഒരു നിമിഷം ആമി മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചു പോയി. പക്ഷേ അടുത്ത നിമിഷം അവളുടെ ഉള്ളിലെല്ലാം ശരിയാകുന്ന ഒരു കാലം വരും എന്നൊരു ചിന്ത ഉടലെടുത്തു. ഇവിടെ നിന്ന് ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം മുഴുവൻ കൂട്ടിവെച്ച് നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടണം, സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങണം. അങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളിലിങ്ങനെ മൂടിക്കിടക്കുന്നുണ്ട്. എല്ലാം ഓരോന്നോരോന്നായി നേടിയെടുക്കണം, എല്ലാം അച്ഛനു വേണ്ടി അവൾ മനസ്സിലോർത്തു. പക്ഷേ അടുത്ത നിമിഷം അവൾ ഹരിയുടെ കാര്യമൊന്ന് ആലോചിച്ചു. ഒരു മകൻ എന്ന രീതിയിലും ഒരു മനുഷ്യൻ എന്ന രീതിയിലും ഹരി വൻ പരാജയമാണെന്ന് ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള വിശേഷണങ്ങളാണ് അമ്മ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്തൊരു ജീവിതമാണ് അവൻ്റേതെന്ന് തോന്നിപ്പോയി ആമിക്ക്. പലപ്പോഴും തൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം താൻ അച്ഛൻ്റെ കൂടെ ചേർന്ന് നിന്ന് എല്ലാം ഒരുമിച്ച് നേരിടുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഹരിക്ക് അങ്ങനെയല്ല. എല്ലാ കാര്യങ്ങളും കണ്ടു അറിഞ്ഞും ചെയ്തു കൊടുക്കാനുള്ള ആഗ്രഹത്തോടെ നടക്കുന്ന അച്ഛനും അമ്മയും. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്ത് പറഞ്ഞിട്ട് എന്തിനാണ്? സ്വഭാവവും പ്രവൃത്തിയും ഈ രീതിയിലേക്ക് അധപ്പതിച്ചു പോയില്ലേ? മനസ്സിൽ ഒരുതരം പുച്ഛത്തോടെയാണ് അവൾ ഹരി ചെയ്ത ഓരോ കാര്യങ്ങളും ആലോചിച്ചെടുത്തത്. അച്ഛൻ മരിക്കുമ്പോൾ ഹരി ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമായിരുന്നു. അച്ഛൻ മരിച്ചു എന്ന പേരിൽ അവൻ ആ വർഷം പിന്നീട് പഠിക്കാൻ പോയില്ല. ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ചെയ്തു. എന്തായിരുന്നു അതിൻ്റെ ആവശ്യമെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു. ഞാൻ അവനോടത് കണ്ടിന്യൂ ചെയ്ത് പഠിക്കാൻ ഒരുപാട് പറഞ്ഞതാണ്. പക്ഷേ അനുസരണ തൊട്ട് തീണ്ടിയിട്ടില്ലാത്തത് കൊണ്ട് എന്നെ അനുസരിച്ചില്ല. പിന്നെ ഇവിടെ നിന്ന് ദൂരെ മാറി ഇടുക്കിയിലുള്ളൊരു കോളേജിൽ പോയിട്ടാണ് ഡിഗ്രി പഠിക്കാൻ ജോയിൻ ചെയ്തത്. അതും കൂട്ടുകാരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവർ തീരുമാനിച്ച കോളേജിൽ എല്ലാവരും ചേർത്ത് അഡ്മിഷൻ എടുത്തതാണ്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതം ഒരമ്മ എന്ന നിലയിൽ എനിക്ക് ഒരിക്കലും പറഞ്ഞു തരാൻ പോലും കഴിയാത്ത അത്രയും അധപ്പതിച്ച രീതിയിലുള്ളതായിരുന്നു. ആ ദിവസങ്ങളിലൊക്കെ അവനെ ഓർത്ത് ഞാൻ കരയാത്ത രാത്രികളില്ലായിരുന്നു. എത്രയോ ദിവസങ്ങൾ ഉറക്കം പോലും നഷ്ടപ്പെട്ട് അവന് വേണ്ടി ഒരുപാട് ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിരിക്കുന്നു. പക്ഷേ ദൈവങ്ങൾ ആരും എന്നോട് ഒരല്പം പോലും കരുണ കാണിച്ചില്ല. വിങ്ങുന്ന ഹൃദയത്തോടെ പറയുന്ന അമ്മയെ അവൾക്ക് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന് പോലും അറിയില്ലായിരുന്നു. മനസ്സിൽ ഒരുതരം പുച്ഛത്തോടെയാണ് അവൾ ഹരിയുടെ കാര്യം ആലോചിച്ചത് തന്നെ. ഹരിയുടെ അച്ഛൻ്റെ പെങ്ങളാണ് സാവിത്രി. അവരുടെ ഭർത്താവാണ് ബാബു. പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് രണ്ടുപേരും. വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ ഒരമ്പലമുണ്ട്. അതിന് മുന്നിലായിട്ടാണ് ഇവരുടെ വീട്. 2 മക്കളാണ്. മൂത്തത് പവൻ, ഇളയത് ഈ ഭാമ. പവൻ വലിയ കുഴപ്പമില്ലാത്തവനാണെന്ന് തോന്നുന്നു. അവൻ വലിയ പ്രശ്നങ്ങൾക്കൊന്നും ഇടപെട്ട് വരാറില്ല. പക്ഷേ ബാക്കി 3 പേരും, സാവിത്രിയും ഭാമയും ബാബുവും, 3 ഒന്നിനൊന്ന് മെച്ചമാണെന്ന് പറയാം.
പക്ഷേ എന്ത് കണ്ടിട്ടാണ് ഹരി ഇവരെയെല്ലാം ഇത്രമാത്രം സ്നേഹിക്കുന്നതും ഇവർക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നതും എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. സ്വന്തം അച്ഛനോടും അമ്മയോടും ഉള്ളതിനേക്കാൾ കൂറ് അവരോടാണ് അവന്. അത് പറയുമ്പോൾ അമ്മയുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ അവർക്ക് എത്രമാത്രം അതിൽ ദേഷ്യമുണ്ടെന്നത് ആമിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. സാവിത്രി ഈ വീട്ടിലേക്ക് കടന്നു വരുന്നത് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഹരിയുടെ അച്ഛന് എന്നോട് നല്ല സ്നേഹം തന്നെയായിരുന്നു. ആളുടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷമാണ് എന്നെ വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഞങ്ങളുടെ മാത്രമുള്ളൊരു ലോകമായിരുന്നു. ആദ്യമൊക്കെ സാവിത്രി കുട്ടികൾ ഉണ്ടാകാത്തതിൻ്റെ പേരിൽ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അന്നും ആ മനുഷ്യൻ എന്നെ ചേർത്ത് പിടിച്ച് സാന്ത്വനിപ്പിച്ചിട്ടേ ഉള്ളൂ. അന്നു മുതൽ പിന്നീട് ഇങ്ങോട്ട് കുത്തുവാക്കുകൾ പറയാനും ഓരോ ദുഷിപ്പ് ചിന്തിക്കാനും വേണ്ടി മാത്രമാണ് സാവിത്രി ഈ പടി കടന്നു വന്നിട്ടുള്ളത്. നെടുവീർപ്പോടെ പറയുന്ന അമ്മയെ അവൾ വെറുതെ നോക്കിയിരുന്നു. ഹരിയുടെ അച്ഛൻ മരിക്കുന്നത് വരെ അവർ പൊടിക്കൊന്ന് അടങ്ങി നിൽക്കുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അതിരട്ടിയായി. ഹരിയോട് ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു കൊടുത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവർക്ക് പതിവായിരുന്നു. അമ്മ പറയുന്നതെല്ലാം ആമി കേട്ടിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ എന്തൊക്കെയോ കാര്യമായ പ്രശ്നങ്ങളുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ടാവും അമ്മ പുറത്തേക്ക് പോകുന്ന സമയം നോക്കി ഹരി അവരെ വിളിച്ചു വരുത്തുന്നത്. സംസാരിച്ച് പറഞ്ഞു വന്ന കാര്യങ്ങളിൽ നോക്കി തിരിഞ്ഞുപോയി. അമ്മ സ്വയം തലയിൽ കൊട്ടി. ആമി അതിന് അവരെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു. അച്ഛൻ മരിച്ചത് പിന്നെ ഹരി വേറൊരു കോഴ്സിന് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അത് എവിടുത്തെ കോളേജാണെന്ന് പോലും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് പൈസയൊക്കെ ചിലവാക്കിയാണ് അവിടെ അഡ്മിഷൻ എടുത്തതും മറ്റും. ഒടുക്കം ഗാർഡിയനായിട്ട് വേണം അവിടെ പോയി അഡ്മിഷൻ എടുക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അവൻ അവൻ്റെ ഇളയമ്മയെ വിളിച്ചുകൊണ്ടാണ് പോയത്. അതൊക്കെ ഞാൻ ഈ അടുത്താണ് അറിയുന്നതൊക്കെ. പക്ഷേ അവിടെ ഫോൺ നമ്പർ കൊടുത്തിരുന്നത് എൻ്റേതായിരുന്നു. അവൻ അവിടെ ജോയിൻ ചെയ്ത് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു കോള് വന്നു. കോളേജിൽ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടെ വരെ ചെല്ലണമെന്ന് പറഞ്ഞാണ് വിളിച്ചത്. ഹരിയെ വിളിച്ച് ചോദിച്ചപ്പോൾ വരണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഒരു തവണ കൂടി കോളേജിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ അവരുടെ ലൊക്കേഷൻ ചോദിച്ചിട്ടാണ് അവിടെ എത്തിയത്. അപ്പോൾ ഏതോ പെൺകുട്ടിയെ റാഗ് ചെയ്ത കേസിൽ ഇവനും ഇവൻ്റെ കൂട്ടുകാരും എല്ലാവരും സസ്പെൻഷനിലായിരുന്നു. അന്ന് തന്നെ ഞാൻ അറിയാത്ത കാര്യങ്ങൾക്കൊന്നും നിൽക്കരുതെന്നൊക്കെ പറഞ്ഞ് അവനെ ഒരുപാട് ഉപദേശിച്ചതാണ്. പക്ഷേ അവൻ എന്നോട് വലിയ വിലയില്ലാത്തത് കൊണ്ടാകും പിന്നെയും ആ തെറ്റുകൾ തന്നെ ആവർത്തിച്ചു. കോളേജിൽ നിന്ന് പലതവണ എനിക്ക് വിളി വന്നു. ചിലപ്പോഴൊക്കെ പോകും, ഇടയ്ക്ക് പോകാൻ തോന്നാറില്ല. കാരണം എത്രയെന്ന് വെച്ചാലാണ് ഒരാളുടെ മുന്നിൽ നാണം കെട്ടി നിൽക്കുന്നതും അവരുടെ ചീത്ത കേൾക്കുന്നതും. ആമി അവരെ തന്നെ കേട്ടിരുന്നു. മകൻ്റെ ഓരോ കൊള്ളരുതായ്മകൾ പറയുമ്പോഴും അവളുടെ ഉള്ളിലുള്ള ചിന്തകൾ എന്തായിരിക്കും എന്ന് ആമി ഒന്ന് ഓർക്കുകയായിരുന്നു. ആകെയുള്ള മകൻ വഴിപിഴച്ചു പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്ന ഒരു അമ്മയുടെ അവസ്ഥ ദയനീയം തന്നെ. പിന്നീട് ഇങ്ങോട്ട് എപ്പോഴും ഇത് തന്നെയായിരുന്നു. അങ്ങോട്ട് പോയത് പിന്നെ ഹരി എന്നിൽ നിന്ന് ശരിക്കും അകന്നിരുന്നു. ഒരമ്മ മകൻ എന്നുള്ള ബന്ധം തന്നെ മുറിഞ്ഞു പോയി എന്ന് പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. ഇതിനിടയിൽ ഹരിയും ഭാമയും തമ്മിലുള്ള ബന്ധം അത്ര നല്ല രീതിയിലുള്ളതല്ലെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ അത് ഞാൻ ചോദിച്ചപ്പോൾ ഭാമ പറഞ്ഞത് അങ്ങനെയൊന്നുമില്ലെന്നാണ്. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും തന്നെ അത് വേണ്ടെന്ന് ഞാൻ അവളെ താക്കീത് ചെയ്തതുമാണ്. പിന്നെ ഇപ്പോൾ ഇതെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു തന്നെ അറിയണം. പിന്നെയാണെങ്കിൽ അവിടെ പോയി ജോയിൻ ചെയ്തിട്ടും ആ കോഴ്സും അവൻ കംപ്ലീറ്റ് ചെയ്തില്ല. ഇതിപ്പോൾ ഈ അവസ്ഥയിലായത് 6 മാസം മുമ്പ് ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ്. പക്ഷേ ഭാഗ്യത്തിന് ഹെൽമറ്റ് വെച്ചിരുന്നത് കൊണ്ട് ജീവനോടെ തിരിച്ചു കിട്ടി. പക്ഷേ ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാത്ത വിധത്തിൽ കാലുകൾ തളർന്നു പോയി. എന്നിട്ടും ഇപ്പോഴും അവൻ്റെ സ്വഭാവത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല. പണ്ടെങ്ങനെയായിരുന്നു അതിൻ്റെ ഇരട്ടി ആയതുപോലെയാണ്. ഒരേ സമയം അവൻ്റെ കാര്യം ഓർത്ത് ആ അമ്മയിൽ ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു. അവരുടെ കയ്യിലൊന്ന് തട്ടി ആശ്വസിപ്പിക്കുക മാത്രമായിരുന്നു ആമിക്ക് ചെയ്യാനാകുന്നത്. അമ്മ പറയുന്നതെല്ലാം ആമി കേട്ടിരുന്നു. അല്ലാതെ അതിൽ കൂടുതൽ ചോദിച്ച് ആ അമ്മയെ വീണ്ടും വിഷമിപ്പിക്കാൻ ആമി ആഗ്രഹിച്ചിരുന്നില്ല. സ്വന്തം മകനെക്കുറിച്ച് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ ആമിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ച് അമ്മയെ വെറുതെ വിഷമിപ്പിക്കണ്ട എന്ന് ആമി തീരുമാനിച്ചു. പക്ഷേ എന്തൊക്കെയായാലും അമ്മ വളരെ സ്ട്രോങ് ആണെന്ന് ആമിക്ക് തോന്നി. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും ഒരിക്കൽ പോലും അമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീണിട്ടില്ല. സംസാരത്തിൽ പലപ്പോഴും ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. എങ്കിലും കരഞ്ഞ് സഹതാപം നേടാൻ അമ്മ ആഗ്രഹിച്ചിട്ടില്ല. ഉള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടാണ് പറഞ്ഞു തന്നത്. പക്ഷേ അമ്മയ്ക്ക് അറിയാവുന്നതിലും അപ്പുറത്തായിട്ട് ഹരിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങളും നൂലാമാലകളും ഉണ്ടെന്ന് ആമിക്ക് തോന്നി. പലപ്പോഴും അവൻ ഫോണിൽ സംസാരിക്കുന്നതൊക്കെ അവിടെയും ഇവിടെയും നിൽക്കുമ്പോൾ ആമി ചെറുതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. മാത്രമല്ല ഭാമ വരുമ്പോഴുള്ള അവൻ്റെ പെരുമാറ്റവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവൻ്റെ ജീവിതം ഒരിക്കലും ശരിയായ രീതിയിലുള്ളതായിരുന്നില്ല എന്ന് ആമിക്ക് ഉറപ്പായിരുന്നു. അതവൾക്ക് മനസ്സിലായി. എങ്കിലും അതിനി അമ്മയോട് ചോദിച്ച് അമ്മയെ വിഷമിപ്പിക്കാൻ അവൾ നിന്നില്ല. അല്ലെങ്കിലും അവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തനിക്കറിഞ്ഞിട്ട് തനിക്കെന്ത് കിട്ടാനാണ്? അതുകൊണ്ട് ആമി ആ കാര്യങ്ങളെല്ലാം അവിടെ വെച്ച് തന്നെ ഉപേക്ഷിച്ചിരുന്നു. നാളെ ഞാനെന്തായാലും കിഴക്കുംപുറം വരെ ഒന്ന് പോകുന്നുണ്ട്.
രാവിലെ പോയാൽ ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും തിരിച്ചെത്താനാകും. പക്ഷേ ഹരിയോട് പറയുമ്പോൾ ഞാൻ ഉച്ച കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ 2 എണ്ണം ഇങ്ങോട്ട് വരുമല്ലോ. ബാക്കി എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്നിട്ട് പറഞ്ഞോളാം. മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പറയുന്ന അമ്മയെ നോക്കി ആമി തലയാട്ടി. കാരണം എന്തൊക്കെയായാലും അവൻ്റെ ഈ പോക്ക് ശരിയായ രീതിയിലുള്ളതല്ല എന്ന് അവൾക്കും തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും അമ്മ ഈ കാര്യങ്ങളൊക്കെ അറിയും. അതല്പം നേരത്തെ ആയതിൽ അത്രയും നല്ലതാണെന്ന് ആമി കരുതി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.